നമ്മൾ മൊബൈലിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും സ്ക്രീൻഷോട്ടുകൾ എടുക്കുന്നവരാണ്. എന്നാൽ ഈ രൂപത്തിലൊന്നും കസ്റ്റമൈസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുന്ന സംവിധാനം നമ്മുടെ മൊബൈലിൽ ഇൻബിൽട്ട് ആയിട്ട് ഇല്ല. എന്നാൽ പല രൂപത്തിലും പല ഭാവത്തിലും ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് സ്ക്രീൻഷോട്ടുകൾ മനോഹരമാക്കാൻ സാധിക്കും. അത് വെച്ച് നമ്മുടെ കൂട്ടുകാർക്ക് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പോലുള്ള കോണ്ടന്റ് ക്രിയേറ്റർക്ക് ഇതുപോലെ കസ്റ്റമൈസ് ചെയ്തിട്ട്, അതായത് നല്ല ഡിസൈനോട് കൂടി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തമ്പനെയിലും ഫോട്ടോയിലും മറ്റും ആഡ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ഏതാണ് ഈ ആപ്ലിക്കേഷൻ, എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ അലോ ഓൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ 2D 3D എന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. 2Dയിലാണ് ഉള്ളത്, അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കളർ എന്ന ഭാഗത്ത് ഇവിടെ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്താണ് കളർ വേണ്ടത് ഇതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് കളർ വേണ്ട, ട്രാൻസ്പെറൻ്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെയാണ് വേണ്ടതെങ്കിൽ ഇവിടെ തന്നെ മുകളിൽ നിന്ന് രണ്ടാമത്തെ ഈ ഒരു ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ഫോണിൻ്റെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഏത് തരം ഫോണാണ് നിങ്ങൾക്ക് വേണ്ടത്, ഇവിടെ ബേസിക് ഉണ്ട്, ഫോൾഡബിൾ ഉണ്ട്, അതുപോലെ തന്നെ കേർവ്ഡ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ കേർവ്ഡ് സെലക്ട് ചെയ്തു. എന്നിട്ട് മുകളിൽ തന്നെ നമുക്ക് ഇവിടെ ആൻഡ്രോയിഡ്, ഐഫോൺ ഏത് മോഡൽ ഫോണാണ് നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ആൻഡ്രോയിഡ് സെലക്ട് ചെയ്തു. കേർവ്ഡ് ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡിൻ്റെ ഫ്രെയിം ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്രെയിമിൻ്റെ ബോർഡർ കളർ നമുക്ക് ഇതുപോലെ താഴെ ക്ലിക്ക് ചെയ്തിട്ട് ഏത് കളറാണ് വേണ്ടത് അതൊക്കെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. പിന്നെ ലൈറ്റ് ഫ്രെയിം ഒക്കെ ഇവിടെ മുകളിൽ കാണുന്നുണ്ട്. അതൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഫ്രെയിം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ ഗാലറിയുടെ ഒരു ചിഹ്നം ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറി ഓപ്പൺ ആകും. എന്നിട്ട് ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ സെലക്ട് ചെയ്ത് ഡൺ കൊടുക്കുക. ഉടനെ തന്നെ ആ ഒരു ഫ്രെയിമിൻ്റെ അകത്ത് ആ ഒരു സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ടാകും. ഓക്കെ, നിങ്ങൾക്ക് വീണ്ടും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇവിടുന്ന് ഫോണിൻ്റെ ആ ഒരു ഓപ്ഷനൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം, കളർ മാറ്റി കൊടുക്കാം, ഫോൾഡബിൾ ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐഫോൺ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ബോർഡറിൻ്റെ കളർ നിങ്ങൾക്ക് ഇവിടെ മാറ്റി കൊടുക്കാം. എല്ലാം നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് ഇവിടെ താഴെ നിങ്ങൾക്ക് ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഇത് ഗാലറിയിൽ സേവ് ആകും. സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് 3D ഒന്ന് നോക്കാം. 3Dയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ താഴെ 2-3 ഓപ്ഷൻ കാണാൻ സാധിക്കും. കളേഴ്സിന്റെ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇനി ബാക്ക്ഗ്രൗണ്ട് വേണ്ട എങ്കിൽ മുകളിൽ നിന്ന് രണ്ടാമത്തെ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഞാനിപ്പോൾ അതാണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം ഫോണിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് തരം ഫോണാണ് വേണ്ടത്, ഇവിടെ ഐഫോൺ ഉണ്ട്, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഉണ്ട്, ഫോൾഡബിൾ ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഫോൾഡബിൾ ഇവിടെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഈ ഒരു ബാർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്രത്തോളം ഫോൾഡ് ചെയ്യണം അതൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഈ രൂപത്തിൽ വേണമെങ്കിൽ ടാബ്ലറ്റിൻ്റെ ആ രൂപത്തിൽ നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഫോൾഡബിൾ തന്നെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ അതിൻ്റെ ബോർഡർ നമുക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് മോഡലാണ്, ഏത് രൂപത്തിലാണ് വേണ്ടത്, ചെരിഞ്ഞിട്ടാണോ വേണ്ടത്, അതും നമുക്കിങ്ങനെ ആ ഫോൾഡ് നമുക്ക് ഇങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. വളരെ മനോഹരമായിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും. ഇനി ഈ രൂപത്തിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഈ രൂപത്തിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഈ രൂപത്തിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇതാണ് തിരഞ്ഞെടുത്തത്. ഇനി നമുക്ക് ഫോൾഡ് ഈ ഒരു ബാർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് ഇതിൽ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യാം. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറി ഓപ്പൺ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അതിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, വളരെ മനോഹരമായിട്ട് നമുക്ക് ഇതുപോലെ സ്ക്രീൻഷോട്ട് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഗാലറിയിൽ വേറെ ഏതെങ്കിലും സ്ക്രീൻഷോട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐക്കണിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഗാലറി ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ക്രീൻഷോട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ഓക്കെ ആണെങ്കിൽ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ അത് ഗാലറിയിൽ സേവ് ആകുകയും ചെയ്യും. ഓക്കെ, നമുക്ക് ഗാലറി ഒന്ന് തുറന്നു നോക്കാം. ഇമേജിന്റെ സെക്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത ആ ഒരു സ്ക്രീൻഷോട്ട് ഈ ഒരു മനോഹരമായ ഫ്രെയിമിന്റെ അകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം സേവ് ചെയ്തത് ഇതാണ് ഒറിജിനൽ സ്ക്രീൻഷോട്ട്, ഇതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ,
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.